ഇത്രയും ശക്തമായ ഈ ഏജൻസിയുടെ ചരിത്രം എന്താണെന്ന് നോക്കാം. നമ്മൾ ഇന്ന് കാണുന്ന ഈ ഭീകരരൂപിയായ ഇഡി എങ്ങനെയാണ് ഉണ്ടായത്? യഥാർത്ഥത്തിൽ 1956 മെയ് 1-നാണ് ഇഡി രൂപീകൃതമായത്. അന്ന് അതിനെ വിളിച്ചിരുന്നത് എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് എന്നായിരുന്നു. ധനകാര്യ മന്ത്രാലയത്തിന്റെ കീഴിലായിരുന്നു ഇതിന്റെ പ്രവർത്തനം. അക്കാലത്ത് വിദേശ നാണയ വിനിമയ ചട്ടങ്ങൾ ലംഘിക്കുന്നവരെ പിടികൂടുക എന്നതായിരുന്നു ഇവരുടെ പ്രധാന ലക്ഷ്യം. ഡൽഹി ആസ്ഥാനമായി തുടങ്ങിയ ഇഡിക്ക് അന്ന് ബോംബെയിലും കൽക്കത്തയിലും മാത്രമായിരുന്നു ശാഖകൾ ഉണ്ടായിരുന്നത്. പിന്നീട് 1957 ഇതിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പുനർനാമകരണം ചെയ്തു. 90കളിൽ ഇന്ത്യയിൽ ഉദാരവൽക്കരണം വന്നതോടെ കാര്യങ്ങൾ മാറി മറിഞ്ഞു. കർശനമായ ഫെറ നിയമം മാറി കുറച്ചുകൂടി ലളിതമായ ഫെമ 1999 നിലവിൽ വന്നു. എന്നാൽ ഇഡിയെ ഇന്ന് കാണുന്ന ശക്തിയിലേക്ക് മാറ്റിയത് 2002 കൊണ്ടുവന്ന PMLA നിയമമാണ്, അതായത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട്. ഇന്ന് റവന്യൂ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഇഡി ഇന്ത്യയിലെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയുന്നതിനുള്ള നോഡൽ ഏജൻസിയാണ്. രാഹുൽ നവീനാണ് ഇപ്പോഴത്തെ ഇഡി ഡയറക്ടർ.